കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈസ്റ്ററും വിഷുവും അവധിക്കാലവുമെല്ലാം ആഘോഷിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും റേഡിയോ പ്രിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സഫ്ന. ഞാൻ ആശിയ. 5 കൂട്ടുകാർക്കൊപ്പം സൈനിങ് ഇൻ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നമുക്കൊരു കഥ കേട്ടാലോ? ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കറിയാമോ യഥാർത്ഥ സന്തോഷം എന്നാൽ എന്താണെന്ന്? യഥാർത്ഥ സന്തോഷം എന്ന ഒരു കൊച്ചു ഗുണപാഠ കഥയുമായി എത്തുന്നു അദീന. ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് അദീന. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി കഥയുമായാണ്. ലല്ലുവും കൂട്ടുകാരും പുത്തൻ യൂണിഫോമൊക്കെ ഇട്ട് ക്ലാസ്സിലെത്തി. അവധിക്കാലത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് വലിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ആദ്യ പീരീഡിൽ നാൻസി ടീച്ചറായിരുന്നു. ടീച്ചർ ചോദിച്ചു, എല്ലാവർക്കും സന്തോഷമാണോ? അതെ, കുട്ടികൾ ഒന്നടക്കം മറുപടി പറഞ്ഞു. എന്നും നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കണം. സന്തോഷത്തോടെ ആയിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ടീച്ചർ ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. ടീച്ചർ പുഞ്ചിരി കൊണ്ട് തുടർന്നു. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ചോദ്യത്തിന് ഉത്തരം തേടി യാത്ര ആരംഭിച്ചു. കുറേ നാളുകൾക്ക് ശേഷം അയാൾ ഒരു ഗുരുവിനെ കണ്ടെത്തി. ഗുരുവിനോട് അയാൾ ചോദിച്ചു. ചോദ്യം ഇതാണ്: എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഗുരു ശാന്തമായി ഇപ്രകാരം മറുപടി പറഞ്ഞു: മറ്റുള്ളവർക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നത് മറക്കാതെ ജീവിക്കുക. അങ്ങനെ നിനക്ക് സന്തോഷം കണ്ടെത്താനാവും. ഗുരുവിന്റെ ഉത്തരം അയാൾക്ക് സ്വീകാര്യമായി തോന്നി. പിന്നീട് അയാൾ ആ ബോധ്യത്തോടെ ജീവിച്ചു. വാർദ്ധക്യമായപ്പോഴേക്കും അയാളിൽ നിന്നും നന്മ സ്വീകരിച്ചവരായ ധാരാളം ശിഷ്യരും സുഹൃത്തുക്കളും അയാൾക്കുണ്ടായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ശീലിച്ചു പോന്ന മൂല്യങ്ങളും തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകി. കഥ അവസാനിപ്പിച്ച് ടീച്ചർ തുടർന്നു. മറ്റുള്ളവർക്ക് നമ്മെ ആവശ്യമുണ്ടെന്നും അവരെ സഹായിക്കുന്നതും വഴിയാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. മറക്കാതിരിക്കുക. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പണവും പദവിയുമൊക്കെ ഒരു പരിധിവരെ നമ്മെ സഹായിക്കും. എന്നാൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ നാം നമ്മിൽ നിന്ന്, നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും പുറത്തു കടക്കണം. കൂട്ടുകാരെ, നമ്മുടെ ജീവിതം അനേകർക്കും നന്മ ചെയ്യാനായി ദൈവം നൽകിയ അമൂല്യ സമ്മാനമാണ്. നമ്മിൽ നിന്നും നന്മകൾ സ്വീകരിക്കാൻ, സഹായം സ്വീകരിക്കാൻ ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കും അവരെയൊക്കെ ഒന്ന് കണ്ടെത്താം. മറ്റുള്ളവർക്ക് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട് എന്നത് മറക്കാതിരിക്കുക. താങ്ക് യു. ഇത്രയും നേരം നമ്മൾ കഥയും കവിതയും കടങ്കഥകളും കേട്ടില്ലേ? ഇനി നമ്മൾക്ക് കുറച്ച് പാട്ട് കേട്ടാലോ? വെള്ളാരം താരം മിന്നൽ തേവാരം നോക്കുന്നേ, മാത്തുമ്പിൽ മന്ത്രം മന്ത്രം ചൊല്ലിപ്പൂക്കുന്നീണത്തിൽ മണിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേ ഈരൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ ഏതേതോ പൊയ്യേതോ ഏതേതും നോക്കാതെ നീ നിന്നിൽ തന്നെ നിന്നിൽ തന്നെ ആ ആ ആ ആ ആ. വെള്ളാരം താരം മിന്നൽ തേവാരം നോക്കുന്നേ,
മാർത്തുമ്പിൽ മന്ത്രം മന്ത്രം ചൊല്ലിപ്പൂക്കുന്നീണത്തിൽ മാഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേ ഇരൺ മാറ്റി ശീലങ്ങൾ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. വേനൽക്കാലത്ത് പിന്തുടരേണ്ട ആരോഗ്യശീലങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? 2 നേരം കുളിക്കുക മാത്രം ചെയ്താൽ പോരാ, ഇനിയും കുറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി എത്തുന്നു സ്വപ്ന. വേനൽക്കാലത്ത് പിന്തുടരേണ്ട ആരോഗ്യശീലങ്ങൾ: ജലാംശം നിലനിർത്തുക, ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക, കരിക്കിൻ വെള്ളം, നാരങ്ങാ വെള്ളം, സംഭാരം, പഴച്ചാറുകൾ എന്നിവ ശീലമാക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഭക്ഷണക്രമം: ദഹിക്കാൻ എളുപ്പമുള്ള ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക. കഞ്ഞി, പഴങ്ങൾ, പച്ചക്കറികൾ, വെള്ളരിക്ക, തണ്ണിമത്തൻ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മീനും മാംസവും കുറയ്ക്കുക. നേരിട്ടുള്ള വെയിൽ ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ സൂര്യപ്രകാശം ഏറ്റവും രൂക്ഷമായ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. ചർമ്മ സംരക്ഷണം: പുറത്തിറങ്ങുമ്പോൾ SPF 30 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. വൃത്തിശുചിത്വം: ദിവസം 2-3 തവണ കുളിച്ച് ശരീരം വൃത്തിയായി സൂക്ഷിക്കുക. പഴങ്കഞ്ഞി ശീലമാക്കുക. രാത്രി ബാക്കി വന്ന ചോറിലേക്ക് വെള്ളമൊഴിച്ച് വെച്ച് രാവിലെ കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന് തണുപ്പ് ലഭിക്കാനും നല്ലതാണ്. ശ്രദ്ധിക്കുക: ശക്തമായ തലവേദന, തലകറക്കം, നാഡിമിടിപ്പിലെ മാറ്റങ്ങൾ എന്നിവ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടുക. നന്ദി. കേരളത്തിന്റെ പച്ചപുതച്ച നെറുക എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ആശയക്ക് അറിയാമോ? എനിക്കറിയാം, വയനാടല്ലേ? അതെ ആശയ, നിനക്ക് വയനാടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. എങ്കിലിതാ വയനാടിനെ കുറിച്ച് പറയുവാനെത്തുന്നു നമ്മുടെ കൊച്ചുമിടുക്കി ശ്രീലക്ഷ്മി. വയനാട് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു ജില്ലയാണ് വയനാട്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഈ സ്ഥലം കാടുകളും കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞതാണ്. ചെമ്പ്രാക് പീക്ക്, മീൻമുട്ടി വെള്ളച്ചാട്ടം, എടയ്ക്കൽ ഗുഹകൾ എന്നിവ വയനാടിൻ്റെ പ്രശസ്തമായ ടൂറിസ്റ്റ് ആകർഷണങ്ങളാണ്. വന്യജീവി സങ്കേതങ്ങളും ട്രക്കിംഗ് പാതകളും വയനാടിനെ ഒരു ആദർശ സഞ്ചാര കേന്ദ്രമാക്കുന്നു. നന്ദി. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പ്രശസ്ത കവിയായ പി മധുസൂദനനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പി മധുസൂദനനെ പരിചയപ്പെടുത്താനായി എത്തുന്നു നീവ. ബാലസാഹിത്യകാരൻ പി മധുസൂദനൻ്റെ ജീവചരിത്രക്കുറിപ്പ്. വളയച്ചിറങ്കര അരിമ്പാശ്ശേരി വീട്ടിൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് KP പടനായരുടെയും ശാന്തയുടെയും മകനായി പി മധുസൂദനൻ ജനിച്ചു. പ്രശസ്ത ബാലസാഹിത്യകാരനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റി അംഗവുമായിരുന്നു. കൂടാതെ ഗ്രന്ഥശാല സംഘം, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ സജീവ പ്രവർത്തകനായിരുന്നു. മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം, ഞാൻ ഇവിടെയുണ്ട്, ഭൂമി പാടുന്ന ശീലുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം നേടിയ അതിനപ്പുറമെന്താണ് എന്ന കവിത വളരെ പ്രശസ്തമാണ്. അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2018 ഒക്ടോബർ 8 അദ്ദേഹം അന്തരിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയിലെ ഒരു കുഞ്ഞു ഭാഗം കേട്ടാലോ? പറഞ്ഞു നോക്കുക വെറുതെ, നിങ്ങൾക്കെത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം.
അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. താങ്ക് യു. കൂട്ടുകാരെ, നിങ്ങൾ ബീർബൽ കഥയെന്ന് കേട്ടിട്ടുണ്ടോ? ബീർബൽ കഥയിലെ അക്ബർ ചക്രവർത്തിയുടെ ഒരു കൊച്ചു കഥയുമായി എത്തുന്നു അഭിനവ്. നമസ്കാരം, ഞാൻ ഇന്നിവിടെ ഒരു കഥയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പണ്ട് മുഗൾ വംശ രാജാവായ അക്ബർ രാജ്യം ഭരിക്കുന്ന കാലം. ഒരു ദിവസം അക്ബറിന്റെ കൊട്ടാരത്തിൽ വിചിത്രമായ ഒരു പരാതിയുമായി ഒരു കർഷകനെത്തി. അക്ബർ ആ കർഷകനോട് തന്റെ പരാതി എന്താണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഒരു കർഷകനാണ്. കൃഷിയിടം നനയ്ക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായി അടുത്ത സ്ഥലയുടമയായ ഒരു ധനികന്റെ പക്കൽ നിന്നും കിണർ ഉൾപ്പെടുന്ന കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു. ഇതു കേട്ട് അക്ബർ ചക്രവർത്തി ചോദിച്ചു, അത് നല്ല കാര്യം തന്നെയാണ്, ഇപ്പോൾ എന്താണ് പ്രശ്നം? കർഷകൻ പറഞ്ഞു, ഞാൻ വാങ്ങിയ സ്ഥലത്തിലെ കിണറ്റിൽ നിന്നും അദ്ദേഹം എന്നെ വെള്ളം എടുക്കാൻ അനുവദിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ വെള്ളം എടുക്കാൻ അനുവദിക്കാത്തത്? അക്ബർ ചോദിച്ചു. അയാൾ പറഞ്ഞത്, കിണറും സ്ഥലവും മാത്രമാണ് എനിക്ക് തന്നത്. കിണറ്റിലുള്ള വെള്ളം ഇപ്പോഴും അദ്ദേഹത്തിനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ പാടില്ല എന്നാണ്. വിചിത്രമായ ഈ വാദം കേട്ട് പരാതി പരിഹരിക്കാൻ തൻ്റെ മന്ത്രിയായ ബീർബലിനെ ഏർപ്പാടാക്കി. ബീർബൽ കർഷകൻ വാങ്ങിയ സ്ഥലം നോക്കിയതിനു ശേഷം ധനികനെ പോയി കണ്ടു. എന്നിട്ട് ബീർബൽ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കർഷകനെ കിണറ്റിൽ നിന്നു വെള്ളം എടുക്കാൻ അനുവദിക്കാത്തത്? ഇതിന് മറുപടിയായി, ഞാൻ അദ്ദേഹത്തിന് കിണർ മാത്രമാണ് കൊടുത്തത്, അതിലെ വെള്ളം നൽകിയിട്ടില്ല, അതുകൊണ്ട് വെള്ളം എടുക്കാൻ അനുവദിക്കുകയില്ല എന്ന് ധനികൻ പറഞ്ഞു. ധനികന്റെ അതിബുദ്ധി മനസ്സിലാക്കി ബീർബൽ ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം ധനികനോട് പറഞ്ഞു, നിങ്ങൾ കിണർ മാത്രമാണ് നൽകിയത്, അതിലെ വെള്ളം നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ കിണറ്റിലെ വെള്ളം മുഴുവൻ വറ്റിക്കണം, അല്ലെങ്കിൽ ആ വെള്ളം കിണറ്റിൽ സൂക്ഷിക്കുന്നതിൻ്റെ വാടക കർഷകന് നൽകണം. അല്ലാത്ത പക്ഷം ശിക്ഷാ നടപടികൾ ഉണ്ടാവും. ബീർബലിന്റെ വാക്കുകൾ കേട്ട ധനികന് ഇനിയും കർഷകനെ കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി. അയാൾ ബീർബലിന് ക്ഷമ ചോദിക്കുകയും കർഷകനെ വെള്ളം എടുക്കാൻ അനുവദിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, അത്യാഗ്രഹം ആപത്താണ്. സത്യസന്ധതയും നീതിയും എപ്പോഴും വിജയിക്കും. നന്ദി. നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഈ വേനൽ ചൂടിൽ ജ്യൂസ് കുടിക്കാൻ ആഗ്രഹമില്ലേ? എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്വാദിഷ്ടമായ മാംഗോ ലീഫ് ജ്യൂസ് റെസിപ്പിയുമായി ആഷിയ. കൂട്ടുകാരെ, നമുക്ക് സ്വാദിഷ്ടമായ മാംഗോ ലീഫ് ജ്യൂസ് ഉണ്ടാക്കാൻ ഒരുമിച്ചിരുന്നു പഠിക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമായ മാംഗോ ലീഫ് മിക്സിയുടെ ജാറിലേക്ക് ഇടണം. 2 ഗ്ലാസ് മാവില ജ്യൂസിന് 4 ഇലയെങ്കിലും വേണ്ടിവരും. അതിലേക്ക് ഒരു ചെറുനാരങ്ങ മുഴുവൻ പിഴിഞ്ഞ് ഒഴിക്കണം. പിന്നെ ഇഞ്ചിയുടെ ഒരു പകുതിയും ഇടണം. ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വാദിഷ്ടമായ മാംഗോ ലീഫ് ജ്യൂസ് റെഡി. ഇനിയൊരു സിനിമാ ഗാനമായാലും പാട്ട് ഇഷ്ടമല്ലാത്തവരായി ആരും ഉണ്ടാകില്ല. മനോഹരമായ ഒരു സിനിമാ ഗാനമായി എത്തുന്നു അദീന. കണ്ണേ ആരാരോ, കനിയേ ആരാരോ, നിറവേ ആരാരോ, തന്നെ നാനേ ആരാരോ. കണ്ണേ ആരാരോ, കനിയേ ആരാരോ, നിറവേ ആരാരോ, തന്നെ നാനൻ ആരാരോ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലൻ പൊന്മകളെ, എന്നുമെന്നും കിന്നരിക്കാതോ മനിക്കാം, ചക്കര പൊന്നെറ്റിയിലോ പൊട്ടുതൊടാം.
നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പടഞ്ഞാൽ എന്നുയിരിൽ കൂരിരുള്. വിങ്ങും നെഞ്ചുടിക്കിൽ തിരയായി താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞിമുട്ടേ, മെല്ലെ പൂവിട്ടു നീ വസന്തം കാത്തിരിപ്പൂ. പൂങ്കുടലൂതാൻ പോകും പാഴ്മുളം കാറ്റിൽ, ആലില വീഴും കാവിൽ പോയി വരികേണം. താമരത്തുമ്പിൽ തൂവും തേനില നീരും വേണ്ടിടുവോളം കണ്ണീ നീ മുകരേണം. എത്താത്ത കുമ്പിൽ കിളിനാദം കേട്ടു പാടേണം, മോഹങ്ങളെല്ലാം കൊതി തീരും മുൻപ് കേൾക്കണം. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം കൊള്ളും നോവും വേണ്ട, എന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. വിങ്ങും നെഞ്ചുടിക്കിൽ തിരയായി താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞിമുട്ടേ, മെല്ലെ പൂവിട്ടു നീ വസന്തം കാത്തിരിപ്പൂ. വസന്തം കാത്തിരിപ്പൂ. താങ്ക് യു. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഹായ് സഫ്ന, ഇനി ഞാൻ നിന്നോട് കുറച്ച് കടങ്കഥകൾ ചോദിക്കാം. അവധിക്കാലമല്ലേ, നല്ല രസമായിരിക്കും. ആ ചോദിച്ചോളൂ. എനിക്ക് കടങ്കഥകൾ ഒത്തിരി ഇഷ്ടമാണ്. അച്ഛൻ സൂര്യൻ, അമ്മ കടൽ, കുടിൽ തൊട്ട് കൊട്ടാരം വരെ പ്രവേശനമുള്ള ഇത്തിരി കുഞ്ഞിന്റെ പേര് പറയാമോ? ഉപ്പാണോ? ആ അതെ, അത് ശരിയാണ്. അരിപ്പിരി അരിപ്പിരി വല്ലി, വലിയിൽ 1000 മുത്തുമണി. എന്താണ്? ഇത് വളരെ എളുപ്പമാണ്. കുരുമുളകല്ലേ? ആ അതും ശരിയാണ്. ആളെ കണ്ടാൽ ഒച്ച വെക്കും, കൈ കാണിച്ചാൽ നിൽക്കും. എന്താണ്? ഇതും എളുപ്പമാണ്. ബസ്. ഓ, നിനക്ക് എല്ലാം അറിയാമല്ലോ. ഉരുട്ടാം പിരട്ടാം, എടുക്കാൻ പറ്റില്ല. എന്താണ്? കണ്ണാണെന്ന് തോന്നുന്നു. ആ അതും ശരിയാണ്. എത്ര തല്ലിയാലും കണ്ണുനീർ വരാത്ത കുട്ടപ്പൻ. ചെണ്ടയാണോ? ആ അതും ശരിയാണ്. എഴുത്തുണ്ട്, പുസ്തകമല്ല. ചിത്രമുണ്ട്, ചുമരല്ല, വട്ടത്തിലാണ്. ചക്രമല്ല. എന്താണ്? നാണയം. ഓ അതും ശരിയാണ്. ഒരു നേരം മുന്നിൽ നിൽക്കും, ഒരു നേരം പിന്നിൽ നിൽക്കും. എന്താണ്? നിഴൽ. ഓ അത് നിനക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെള്ളം കണ്ടു. എന്താണ് സഫ്ന? ഞാൻ കുറെ നാളായി കേട്ടിട്ടുണ്ട്. തേങ്ങയല്ലേ? ആ അത് ശരിയാണ്. ഇത്ര ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകിയില്ലേ? ഇനി ഞാൻ നിന്നോട് 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ, നീ ഉത്തരം പറയാമോ? ആ എനിക്കത് വലിയ ഇഷ്ടമാണ്. ആ ഞാൻ പറയാം. പൂവുണ്ട്, കായ്ക്കില്ല. നാവുണ്ട്, പല്ലില്ല. കാലുണ്ട്, കൈയില്ല. വാലുണ്ട്, വാനരനല്ല. ആ ഇതെനിക്കറിയാം. പൂവൻ കോഴിയല്ലേ? അത് ആശയ ശരിയായ ഉത്തരം. സൂര്യനിലുണ്ട്, ചന്ദ്രനിലില്ല. ചിങ്ങത്തിലുണ്ട്, മിഥുനത്തിലില്ല. ഞാൻ ആര്? ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സൂചിയാണെന്നാണ്. അതെ ആശയ, കറക്റ്റ് ഉത്തരം. നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് 5Aയിൽ നിന്നും നിവ അഭിലാഷ്. 2025-26 അധ്യയന വർഷത്തെ 5 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തി. പരീക്ഷാഫലം രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ബോധ്യപ്പെടുത്തി. പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്ക് അടുത്ത ആഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കും. അധ്യാപകർ അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന അവധിക്കാല പ്രവർത്തനങ്ങളും തയ്യാറാക്കി. ഈ വർഷത്തെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെ തൃതീയ സോപാൻ ടെസ്റ്റിംഗ് ക്യാമ്പിന് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിലും ഞാറളൂർ ബെത്ലേഹം സ്കൂളുകളിലുമായി പങ്കെടുത്തു. ഇതിനായി വിദ്യാർത്ഥികളെ തയ്യാറാക്കിയ രാഗി ടീച്ചർക്കും
സാൻഡി ടീച്ചർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. നമ്മുടെ വിദ്യാലയത്തിൽ വിവിധ കായിക ഇനങ്ങളുടെ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് വളരെ ഭംഗിയായി ഷാരോൺ സാറിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മെയ് 28 വരെ കോച്ചിംഗ് ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യം ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇനിയും ചേരുവാൻ അവസരമുണ്ട്. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ റേഡിയോ പ്രിയറിന്റെ പരിപാടികൾ ഇഷ്ടമായെന്ന് കരുതുന്നു. കൂട്ടുകാർ അവധിക്കാലം ആഘോഷിക്കുമ്പോൾ കുറച്ച് കരുതലും കൂടി വേണേ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ആശിയ, ഞാൻ സഫ്ന, സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം.